വിദ്യാർത്ഥി സംഘട്ടനത്തിൽ മരിച്ച മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചവരെ അറിയാമെന്ന് സുഹൃത്തുക്കൾ. താമരശ്ശേരി സ്കൂളിലെ കുട്ടികളാണ് ഷഹബാസിനെ മർദ്ദിച്ചതെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. ഷഹബാസിനെ മർദ്ദിക്കുമെന്ന് ഇവർ നേരത്തെ പറഞ്ഞിരുന്നു. 2 ദിവസം മുൻപ് ഷഹബാസിന്റെ ചങ്ങാതിയെ മർദ്ദിച്ചിരുന്നതായും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തി. നൃത്തപരിപാടിയുടെ ഭാഗമായുണ്ടായ തർക്കത്തെ തുടർന്നാണ് സുഹൃത്തിനെ മർദ്ദിച്ചത്. ഷഹബാസിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ആളുകളെ അറിയില്ല. പിന്നാലെയാണ് ഭീഷണിയുണ്ടായതെന്നും ഷഹബാസ് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു. ഷഹബാസിന് പുറമെ പരിക്കുകളില്ലായിരുന്നു. ആന്തരിക രക്തസ്രാവമടക്കമുണ്ടായതാകാം മരണകാരണമെന്നാണ് വിവരം. പ്രതിചേർത്ത വിദ്യാർത്ഥികളും പഠനത്തിൽ മിടുക്കരാണെന്നും ട്യൂഷൻ ക്ലാസ് പ്രിൻസിപ്പൽ പറഞ്ഞു. ഇതിനു മുൻപ് മോശമായ ഒരു കാര്യവും ഇവർക്കെതിരെ പറയാനില്ലെന്നും പറയുന്നു. ഞായറാഴ്ച താമരശ്ശേരിയിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പാഘോഷത്തിനിടെ ഡാൻസിന്റെ പാട്ടു നിലച്ചു. ഇതിനെച്ചൊല്ലിയുള്ള നിസാര തർക്കമാണ് വലിയ ഏറ്റുമുട്ടലിലേക്കും ഒടുവിൽ 10ാം ക്ലാസ്സുകാരന്റെ മരണത്തിലേക്കും നയിച്ചത്. ഫോൺ തകരാറിലായി പാട്ട് നിലയ്ക്കുകയും നൃത്തം തടസ്സപ്പെടുകയും ചെയ്തു. പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂക്കി വിളിച്ചു. പിന്നീട് MJ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സന്ദേശത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് വിദ്യാർത്ഥികളോട് താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവത്രേ. 10ലധികം വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുകയും താമരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൂക്കി വിളിച്ച കുട്ടികളോട് നൃത്തം ചെയ്ത എളേറ്റിൽ MJ സ്കൂളിലെ പെൺകുട്ടി ദേഷ്യപ്പെടുകയും വാക്കുതർക്കമുണ്ടാവുകയുമായിരുന്നു. ഈ പ്രശ്നം ട്യൂഷൻ സെന്റർ ജീവനക്കാർ ഇടപെട്ട് പരിഹരിച്ചു. എന്നാൽ ഒരു ഭാഗം കുട്ടികളുടെ മനസ്സിൽ പകയും പ്രതികാരവും വിട്ടുപോയിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കണക്ക് തീർക്കണമെന്ന തരത്തിൽ ചർച്ചകൾ തുടങ്ങി. ഇതാണ് നടുറോഡിലെ ഏറ്റുമുട്ടലിലേക്കും ഷഹബാസിന്റെ മരണത്തിലേക്കും എത്തിച്ചത്. വ്യാഴാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞതിനുശേഷം ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSS വിദ്യാർത്ഥികളുമായി സെന്ററിലുള്ള ഏതാനും എളേറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെടെ സെന്ററിൽ പഠിക്കാത്ത വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു. വൈകിട്ട് 6:30യോടെ താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ചായക്കടയ്ക്ക് സമീപത്തായിരുന്നു സംഘർഷം തുടങ്ങിയത്. തമ്മിൽ തല്ലിയ വിദ്യാർത്ഥികളെ നാട്ടുകാരും കടക്കാരും ഇടപെട്ടാണ് ഇവിടെ നിന്ന് പിന്തിരിപ്പിച്ചോടിച്ചത്. പിന്നീട് റോഡിന് സമീപത്ത് വെച്ച് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസിന് തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു. നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിനെ അറിയിച്ചത്. അതേസമയം താമരശ്ശേരിയിലെ വിദ്യാർത്ഥികൾ കൂടാതെ പുറമേ നിന്നുള്ള കണ്ടാലറിയാവുന്ന ചിലരും സംഘടിച്ചെത്തിയാണ് അക്രമം നടത്തിയതെന്നാണ് മുഹമ്മദ് ഷഹബാസിന്റെ ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. നേരത്തെ ഷഹബാസിനെ കൊല്ലുമെന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ ഞെട്ടിക്കുന്ന ചാറ്റും പുറത്തുവന്നിരുന്നു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നും കൂട്ടത്തല്ലിൽ മരിച്ചുകഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നും പോലീസ് കേസെടുക്കില്ലെന്നും ചാറ്റിൽ പറയുന്നു. ഓന്റെ കണ്ണൊന്നു പോയി നോക്ക്, നീ കണ്ണൊന്നുമില്ല. കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാലും വലിയ വിഷയമൊന്നുമില്ല, കേസെടുക്കില്ല, കേസ് തള്ളിപ്പോകും, കാരണം ഓനല്ലേ ഇങ്ങോട്ട് വന്നത് എന്നു പറയുന്ന വാട്സപ്പ് ചാറ്റാണ് പുറത്തുവന്നത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSSലെ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ വിദ്യാർത്ഥികളെ ജാമ്യക്കാർക്കൊപ്പം വിട്ടയച്ചിരുന്നു. പിന്നീട് ഇന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർക്ക് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതാൻ അനുവദിക്കും. നേരത്തെ വധശ്രമം ചുമത്തിയ കേസിൽ ഇന്ന് IPC 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.